കൊച്ചി ഇരുമ്പനത്തുള്ള ഒരു ഹോട്ടലിന് മുന്നിലാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ഇതാണ് ഹോട്ടൽ. കഴിഞ്ഞ 1.5 വർഷമായി ഇവിടെ പ്രവർത്തിക്കുന്ന ഹോട്ടലാണ്. ആ ഹോട്ടലിന് മുന്നിലാണ് ഇന്നലെ രാവിലെ ഇത്തരത്തിൽ മണ്ണടിച്ചിട്ടുള്ളത് കണ്ടത്. അതായത് ഹോട്ടലിലേക്ക് കടക്കാൻ പറ്റാത്ത രീതിയിൽ തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് ഈ മണ്ണടിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഇന്നലെ റവന്യൂ ഉദ്യോഗസ്ഥരെത്തി ഈ ഹോട്ടലിന് മുന്നിൽ, ഈ ബിൽഡിങ്ങിന് മുന്നിൽ ഒരു നോട്ടീസ് ഒട്ടിച്ചു. കാരണം അവരുടെ കെട്ടിട നികുതി കഴിഞ്ഞ കുറേ നാളായി അടച്ചിട്ടില്ല, അതുകൊണ്ട് നടപടിയിലേക്ക് കടക്കുകയാണ് എന്നാണ് ഈ ഉദ്യോഗസ്ഥർ പറഞ്ഞത്. തുടർന്ന് ഇവിടെ ഉണ്ടായിരുന്ന ഈ നടത്തിപ്പുകാർ, ഒരു ദമ്പതികളാണ്, വരാപ്പുഴ സ്വദേശികളാണ്. അവർ നേരെ ഓഫീസിലേക്ക് ചെന്നു. 40,000 രൂപ അടയ്ക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. പക്ഷേ അവർ, റവന്യൂ ഉദ്യോഗസ്ഥർ, അത് മേടിക്കാൻ തയ്യാറാകാതെ ഇവരെ ഭീഷണിപ്പെടുത്തി എന്നാണ് ആരോപണമുള്ളത്. ഒപ്പം തന്നെ ഇത്തരത്തിൽ സീൽ ചെയ്ത ഹോട്ടലിന്റെ മുകൾ വശത്തുള്ള ഓടുകൾ ഇന്നലെ രാത്രി ആരോ ഇളക്കി മാറ്റി താഴെ കിട്ടിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഇനി ഹോട്ടൽ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പോൾ ഒരു ആക്രമണം പോലെ ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഹോട്ടൽ നടത്തിപ്പുകാർ ആരോപിക്കുന്നത്. തുടർന്നാണ് ഇന്ന് രാവിലെ മുതൽ ഈ ഹോട്ടലിന് മുന്നിൽ സമരം ആരംഭിച്ചത്. എന്തൊക്കെ ഗതികേടാന്ന് ആലോചിച്ച് നോക്കണേ. അവർ സാധാരണ ഒരു ജപ്തി ചെയ്യുമ്പോൾ പണം അടയ്ക്കാൻ ഗതിയില്ല എന്നിട്ടാണ് ഇവർ പണം അടയ്ക്കാൻ തയ്യാറാണെന്ന് അറിഞ്ഞിട്ട് പോലും ഈ മാതിരിയുള്ള തെണ്ടിത്തരങ്ങൾ കാണിച്ചത്. ശരിക്കും പറഞ്ഞാൽ റവന്യൂ ഉദ്യോഗസ്ഥരല്ല, ഇവർ ശരിക്കും ഗുണ്ടകളാണ്. അത് തന്നെ തെളിവായി. മണ്ണ് കൊണ്ടുപോയിട്ട് സാധാരണ കൂട്ടിയിട്ട് സീലൊക്കെ വെച്ചിട്ടാണ് പോണത്. ഇത് മണ്ണ് കൊണ്ടുപോയി അവിടെ മൂടി, അവരുടെ ഹോട്ടലിന് മുമ്പിലിട്ട് മൂടി, മുന്നിൽ വഴി ഗതാഗത തടസ്സം ഉണ്ടാക്കുകയും ചെയ്ത് അവരുടെ ഹോട്ടലിലേക്ക് കയറാനുള്ളത് റോഡ് കളക്കി വിടുകയാണ്. അതൊക്കെ പക്കാ ഗുണ്ടായിസമാണ്. ഇത് എന്താ ഇത്? അവർ 40,000 അടയ്ക്കാമെന്ന് പറഞ്ഞു. പൈസ അടയ്ക്കാമെന്ന് പറഞ്ഞിട്ട് കൂടി ഇവരിട്ട് ഭീഷണിപ്പെടുത്തുക പറയുമ്പോൾ ഇപ്പം എന്തുമാത്രമാണ്. ഓരോരുത്തരും കഷ്ടപ്പെട്ടിട്ട് ഗതി കെട്ടിട്ട് ഒരു ജീവിതം പച്ച പിടിക്കാൻ വേണ്ടിയൊക്കെ ഓരോ കടകളൊക്കെ തുറന്നു. ഹോട്ടലായിക്കോട്ടെ, ഏത് കടകളായിക്കോട്ടെ, എല്ലാവരും ഞാനൊക്കെ ചെറുപ്പത്തിൽ വെച്ചാൽ ഈ കടയുള്ളവരൊക്കെ എല്ലാം മുതലാളിമാരൊക്കെയാണെന്ന് വെച്ച് കുട്ടിക്കാലത്തൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത്. അവിടെ നല്ല കാശൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഒരുപാട് കണ്ണീരിൻ്റെ കഥകളുണ്ട്. ഇപ്പോഴും വാടകയ്ക്ക് കൊടുക്കുന്നവർ വാടക കൊടുക്കണം, അവർ ലോൺ അടച്ചു തീർക്കണം. ഇപ്പോൾ ഇത് നടത്തിക്കൊണ്ട് പോകാന്ന് പറഞ്ഞാൽ ചില്ലറ പരിപാടിയൊന്നുമല്ല. അത് നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ ഈ തടസ്സം ഉണ്ടാക്കി അവരെത്ര രീതിക്ക് കഷ്ടപ്പെട്ടുണ്ടാവും. ഇങ്ങനെ എല്ലാം കഷ്ടപ്പെട്ടുണ്ടാക്കി ഒരു സാധനം ഒരു നിമിഷം കൊണ്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന വേദന ഉണ്ടല്ലോ, അതൊന്നും ഈ പറയണവന്മാർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഗുണ്ടകൾ തന്നെ, ഒരു സർക്കാർ ഉദ്യോഗസ്ഥരല്ല, അവർ ഗുണ്ടകൾ.